നമസ്കാരം. പ്രേമരാജൻ പുന്നാട്. നമ്മളെ നാട് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് വൈദ്യുതി പ്രതിസന്ധി. ഇപ്പോൾ ഈ വൈദ്യുതി പ്രതിസന്ധി വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. പക്ഷെ അത് ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. മാത്രമല്ല, ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വന്നതുമല്ല. കാവൽ മന്ത്രിസഭ ഇവിടെ ഉള്ള സമയം മുതലേ ഉണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് ആരെയും ഇപ്പോൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. നമുക്ക് ഈ ഭരണത്തെയൊക്കെ വിലയിരുത്തേണ്ടെങ്കിൽ ഏതാണ്ട് ഒരു വർഷം ഒക്കെ പൂർത്തീകരിച്ചതിന് ശേഷമേ പറ്റുള്ളൂ. എന്നാലും ഇപ്പോൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ഈ ഒരു കാര്യത്തിൽ ഇപ്പോൾ മഴയുടെ ലഭ്യത കുറവ്, വരൾച്ച, അപ്പോൾ ഇതെല്ലാം കൊണ്ടും വൈദ്യുതി പ്രതിസന്ധി എന്നുള്ളത്. പക്ഷേ അതിനെ പരിഹരിക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പോൾ അവിടെ നിന്നൊക്കെയെല്ലാം ലഭ്യമാകുമോ അതൊക്കെ ആ ലഭ്യമാകുന്നതെല്ലാം സംഭരിച്ച് നൽകേണ്ടത്. പക്ഷേ ഇന്നലെ സണ്ണി ജോസഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്ന, ഞാൻ ഇന്ന് രാവിലെ 3 മണിക്ക് വണ്ടിയും കൊണ്ട് ഇരട്ടി ടൗണിലേക്ക് പോകുമ്പോൾ പെരുമ്പറമ്പ് ഒരു കട കണ്ടു. മംഗലപ്പുറവല്ല എന്ന് പറയും നമ്മളെ നാട്ടിലൊക്കെ. കല്യാണ വീട് അലങ്കരിച്ച് ലൈറ്റ് ഇട്ടതുപോലെ ഫുൾ ലൈറ്റ് അവിടെ ഇട്ട് വെച്ചിരിക്കുകയാണ്. കട പൂട്ടിയിട്ടുള്ളത്. അതൊക്കെ ശരിക്കും അനാവശ്യമായിട്ടുള്ളതാണ്. അത് അവിടെ ഒരു വേണമെങ്കിൽ ഒരു CFL കത്തിച്ച് വെക്കാം. പക്ഷേ ഡെക്കറേഷൻ ബൾബ് ഉൾപ്പെടെയുള്ള അനേക ബൾബുകൾ, അങ്ങനെ അനേക വീടിൻ്റെ അങ്ങനെ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഉപയോഗം കുറച്ചാൽ തന്നെ കുറേ വൈദ്യുതി നമുക്ക് മിച്ചം ഉണ്ടാക്കാൻ പറ്റും. അതിലുപരി KSEBയും അതുപോലെ തന്നെ അധികാരികളും മന്ത്രിയും വൈദ്യുതി വകുപ്പും ഒരു ഉപകാരം ചെയ്യേണ്ടത്, ഒരു സമയത്ത് കറണ്ട് പോകുക. ഒരു സമയം, പണ്ട് പവർ കട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പവർ കട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത്, കാരണം നിങ്ങളെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിലെ പവർ കട്ട് ഉണ്ടായിട്ടുള്ളൂ, പിന്നീട് ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ആ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ പവർ കട്ട് അത് എങ്ങനെയാണോ സംഘടിപ്പിച്ചത് അതുപോലെ ചെയ്യാം. നിശ്ചയ സമയം, ഒരു ദിവസം 7 തൊട്ട് 8 മണി വരെ, അല്ലെങ്കിൽ 7 മണി തൊട്ട് 8 മണി വരെ, പിറ്റത്തെ ആഴ്ച 9 മുതൽ 10 വരെ, അങ്ങനെ ആ ഒരു സമയം പറഞ്ഞിട്ട് മാറ്റിയാൽ ഉപകാരമായിരുന്നു. അതിനൊരു നിശ്ചയം. ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തും, പകലാണോ രാത്രിയാണോ അല്ലെങ്കിൽ 9 മണിക്കാണോ 7 മണിക്കാണോ ഒന്നും അറിയില്ല, തുടർമാനമായി പോയിക്കൊണ്ടേയിരിക്കുന്നതാണ്. പറയുമ്പം വൈദ്യുതി നിയന്ത്രണമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സിസ്റ്റം മാറിയിട്ട് വേണമെങ്കിൽ ഒരു ദിവസം മുഴുവൻ കട്ടായിക്കോ. ഞാൻ മഹാരാഷ്ട്രയിൽ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവിടെ കോലാപ്പൂർ ജില്ലയിൽ ഉണ്ടായിരുന്നപ്പോൾ കറണ്ട് പോകാറുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം, തിങ്കളാഴ്ച ദിവസം കറണ്ടില്ല. അപ്പോൾ നമ്മൾക്ക് അതിനുള്ള സംവിധാനങ്ങൾ നമ്മൾ ചെയ്തു വെക്കും. തിങ്കളാഴ്ച ദിവസം കറണ്ട് ഉണ്ടാവില്ല, വൈദ്യുതി ഉണ്ടാവില്ല. പിന്നെ എന്താ പറയേണ്ടത്, അവരുടെ ഔദാര്യം എന്നുള്ള നിലയിൽ ഒരു ചാൻസിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് മിന്നി വന്നു പോയാലായി. പക്ഷേ തിങ്കളാഴ്ച കറണ്ടില്ല. അന്ന് ചില സ്ഥാപനങ്ങൾക്ക് ലീവായിരിക്കും. ഇനി അല്ലെങ്കിൽ അത് ആ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടി മുൻകരുതലെടുക്കണം. ഇത് വൈദ്യുതി വകുപ്പിനോട് മറ്റുള്ളവരോട് പറയാൻ കാരണം, ഇന്ന് കേരളത്തിൽ ഒരുപാട് ആളുകൾ പല രോഗത്താൽ അടിമപ്പെട്ട് രോഗികളായി അവരുടെ മരുന്നുകൾ ഫ്രിഡ്ജ് സൂക്ഷിച്ചു വെക്കുന്ന ഒക്കെ ഒരു സമയമാണ്. അപ്പോൾ അത് നിങ്ങൾ ഏതെങ്കിലും സമയത്തൊക്കെ കറണ്ട് പോകുന്ന സമയത്ത് അതിൻ്റെ സൂക്ഷിപ്പിൽ പ്രയാസം ഉണ്ടാകും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് ഈ ഇലക്ട്രിക്കൽ ഇതിൽ ഓക്സിജൻ കൊടുക്കുന്നതാണ്, കൃത്യമായി ശ്വാസം കൊടുക്കുന്ന ആളാണ്. അവർക്ക് ഇത് ഈ കുത്തിവെച്ച് പോയതാണ്. അവർ കടയിൽ പോയി വരുന്നവരെ എന്തായാലും കറണ്ട് പോകുന്നുള്ള പ്രതീക്ഷയിലൊന്നുമല്ലല്ലോ പോയി വരുമ്പോഴത്തേക്ക് ഇയാൾ ശ്വാസം കിട്ടാതെ വലിക്കുകയാണ്. കാരണം കറണ്ട് പോയി പിന്നെ മറ്റ് സംവിധാനം എന്തെങ്കിലും ചെയ്യേണ്ടെങ്കിൽ അവർ വേറെന്തോ ഒരു സാധനത്തിൽ കണക്ട് ചെയ്യലാന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ. പക്ഷേ ഈ കണക്ഷൻ ചെയ്യേണ്ടെങ്കിൽ പോകൂല എന്നുള്ള പോകുന്നുള്ള മുന്നറിയിപ്പില്ലല്ലോ. അതുകൊണ്ട് അവർ കടയിൽ പോയി വരുമ്പോഴത്തേക്ക് കറണ്ട് പോയി വരുന്നത് പ്രശ്നമില്ല. പക്ഷെ ഇത് അരമണിക്കൂറൊക്കെയാണ് പോയത്. അപ്പോൾ ആ ഭാഗ്യത്തിന് അദ്ദേഹത്തിൻ്റെ ആയുസിൻ്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിയുന്ന കുറേ വീടുകളിൽ കഴിയുന്ന എന്താ പറയേണ്ടത്, മറ്റേ സോളാറോ പിന്നെ ബാറ്ററിയോ ഒന്നും വെക്കാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ടാകും. ആ ബുദ്ധിമുട്ടുകളെ തരണം ചെയ്യാൻ ഒരു സമയം വെച്ചാൽ ആ സമയത്ത് മറ്റ് സംവിധാനങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും.
ഇത് കണ്ണ് ചിമ്മി തുറക്കുമ്പോഴൊക്കെ കറണ്ട് പോകുന്ന ആ സിസ്റ്റത്തിൽ നിന്ന് മാറി വേണമെങ്കിൽ വൈദ്യുതി ലാഭിക്കാൻ, വൈദ്യുതി നിയന്ത്രിക്കാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫുൾ കട്ടായിക്കോ എതിരഭിപ്രായം തന്നെ. പക്ഷെ അത് മുൻകൂട്ടി പറഞ്ഞിട്ടാവണം എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞേ, ഞാൻ നോർത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ അവർ മുൻകൂട്ടി തിങ്കളാഴ്ച, സോമവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടില്ല, അങ്ങനെയാണ്. ഇനി അത് കുറേ ദിവസം കഴിയുമ്പോൾ മാറും, പിന്നെ മംഗൾവാർ, ബുധവാർ അങ്ങനെയൊക്കെ ആയി മാറുകയും ചെയ്യാം. എന്നതുപോലെ നിങ്ങളൊന്ന് മാറ്റിക്കോ, അങ്ങനെ മാറ്റിയിട്ട് ആവട്ടെ. അല്ലാതെ ഇങ്ങനെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നുള്ളൊരു അഭ്യർത്ഥനയാണ് വൈദ്യുതി വകുപ്പിനോടുള്ളത്. വൈദ്യുതിയുടെ പ്രതിസന്ധിയും പ്രയാസവും മനസ്സിലാക്കുന്നുണ്ട്, പക്ഷേ ജനങ്ങളുടെ പ്രയാസം കൂടി ഭരണകൂടം മനസ്സിലാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.